ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിലെ ചാപ്റ്റർ 6 ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ന്യൂ നമ്പേഴ്സ് എന്താണ്? ന്യൂ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ന്യൂ പുതിയ, നമ്പേഴ്സ് സംഖ്യകൾ. അപ്പൊ എന്താണ്? പുതിയ സംഖ്യകൾ. നമുക്ക് ഇതുവരെ എത്ര നമ്പേഴ്സ് അറിയാം? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് 10 തുടങ്ങി അതിന് താഴെയുള്ള എത്ര നമ്പർ വരെ പറയാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്കൂ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അത് കഴിഞ്ഞു. ഇനി 0 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്? 0ന് താഴെ നമ്പർ ഉണ്ടോ? അതെ, 0ന് താഴെയുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. 0ക്ക് താഴെ വരുന്ന നമ്പേഴ്സ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് മൈനസ് സംഖ്യകൾ, ന്യൂനസംഖ്യകൾ, മൈനസ് ചിഹ്നം ചേർത്താണ് താഴത്തോട്ടുള്ള നമ്പർ പറയുന്നത്. 0യെക്കാട്ടിലും വാല്യൂ കുറവുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അതായത് 0യെക്കാളും കുറഞ്ഞ സംഖ്യകൾ, അതായത് -1, -2, -3, -4 എക്സെട്ര അപ് ടു -ഇൻഫിനിറ്റി. അപ്പൊ അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഞാൻ നേരെ കൂടുതൽ ബേസ് ഒന്നും പോകുന്നില്ല, നേരെ തന്നെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അവിടെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാമെന്ന് ആ ക്വസ്റ്റ്യനോടൊപ്പം പറഞ്ഞു തരുന്നുണ്ട്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് നേരെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 98 പോകാം. അവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നത് ഇവിടെ എന്താണ്? 4 - 9, 14 - 29, 5 - 10, 25 - 65. അഞ്ചാമത്തെ എന്താണ്? 1/2 - 3/4, 1/3 - 1/2. അപ്പോൾ ഇവിടെ എത്ര? 6 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ? ഈ 4ൽ നിന്ന് 9 കുറയ്ക്കുക, അങ്ങനെ. അപ്പോൾ അതുപോലെ ഒരു 6 ക്വസ്റ്റ്യൻസ്, 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നോക്കൂ. 4 - 9, 4ൽ നിന്ന് 9 കുറയ്ക്കുക എന്നാണ്. 4ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാം മാത്സ് എന്താ പഠിച്ചേ? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് അല്ലേ? വലിയ സംഖ്യകളിൽ നിന്ന് ആണല്ലേ 10ൽ നിന്ന് 5 കുറയ്ക്കുക, അങ്ങനെയൊക്കെ അല്ലേ? വലിയ സംഖ്യകളിൽ നിന്ന് ചെറുത് കുറച്ചാണ് നമ്മുടെ ശീലം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ചെറിയൊരു സംഖ്യ തന്നിട്ടുണ്ട്. ചെറിയൊരു സംഖ്യ തന്നിട്ട് ആ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും 4ൽ നിന്ന് എങ്ങനെ 9 കുറയ്ക്കും എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നിട്ടുള്ള നോക്കാം. ഇതെന്ന് വെച്ചാൽ 4 എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ആണോ? ഇവിടെ ഈ 9 എന്ന് വെച്ചാൽ 9ന് മുന്നേ, ആ സംഖ്യയുടെ തൊട്ട് മുന്നേ എന്ത് സൈനാണ് കിടക്കുന്നത് നോക്കുക. എന്ത് ചിഹ്നമാണ്? 4ന് തൊട്ട് മുന്നേ മൈനസ് ചിഹ്നമാണോ? അല്ല. അപ്പോൾ ഒരു ചിഹ്നവും നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? +4 എന്നാണ് അർത്ഥം. ഓക്കെ, പ്ലസ്. അപ്പോൾ 4 നമുക്ക് പ്ലസ് ആണ്, നെഗറ്റീവ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, പോസിറ്റീവ് നമ്പറാണ്. പക്ഷേ ഈ -9 അപ്പോൾ അതെന്താണ്? നെഗറ്റീവ് നമ്പറാണ്. ഓക്കെ, -9. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് നമ്പറും ഇതൊരു പോസിറ്റീവ് നമ്പറുമാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തന്നിരുന്നാൽ അതെന്താ സോൾവ് ചെയ്യാൻ തന്നാൽ നമുക്ക് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും തന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. റൂൾ ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ എന്താണ്? 4 - 9 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇതിലേതാണ്? അതായത് ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ ഇവിടെ ഏതാണ്? 9. ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? 4 അല്ലേ? അപ്പോൾ 9ൽ നിന്ന് 4 കുറയ്ക്കുക. 9ൽ നിന്ന് 4 കുറച്ചാൽ എങ്ങനെയാ? 9 4 പോയാൽ 5. നമുക്ക് ഇനിയും കുറയ്ക്കാൻ അറിയാത്ത, അത്രയും പോലും അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ട? കുറയ്ക്കുന്ന എങ്ങനെ? ഈ 4 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ 5 തൊട്ട് എണ്ണുക.
5, 6, 7, 8, 9 എത്ര വിരലായി? 5 വിരൽ. അപ്പൊ അങ്ങനെ വെച്ചും ചെയ്യാം. ഓക്കെ, 9 4 പോയാൽ എത്ര? 5. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. ഇവിടെ ഏതാ വലിയ സംഖ്യ? 9. 9ന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ്, നെഗറ്റീവ്. അപ്പൊ ആൻസർ എത്രയാണ്? -5. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോ. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തന്നാൽ വലിയ സംഖ്യ ഏതാണോ ആ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ കൂടെ കിടക്കുന്ന ചിഹ്നം ഏതാണോ അതെടുത്തിട്ടുക. ഓക്കെ, മനസ്സിലായി? അപ്പോൾ 9 4 പോയ 5 അപ്പോൾ വലിയ സംഖ്യ ഏതാണ്? 9. 9ന്റെ കൂടെ കിടന്ന് മൈനസ് ഇട്ടു. അപ്പോൾ അവിടുത്തെ ആൻസർ എത്രയാണ്? -5 ആണ് അവിടുത്തെ ആൻസർ. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്? 14 - 14 - 29. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിന് വലിയ സംഖ്യ ഏതാണ്? 14 ആണോ 29 ആണോ? 29. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അപ്പോൾ എത്രയാ? 14. അപ്പോൾ എത്രയാണ്? 9 4 പോയ 5, 2 1 പോയ 1. അപ്പോൾ ആ സംഖ്യ അതുപോലെ എഴുതുക. എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണ്? മൈനസ്. അപ്പോൾ ആൻസർ എത്രയായി? -15. ഇതാണ് ആൻസർ. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെയാണ്. 5 - 10. അപ്പോൾ എങ്ങനെയാ? ഓക്കെ, അപ്പോൾ വലിയ സംഖ്യ ഏതാ? 10. വലിയ സംഖ്യ ചെറിയ സംഖ്യ 10 5 കുറച്ചാൽ 5. 5ന്റെ കൂടെ ഈ വലിയ സംഖ്യയുടെ കൂടെ കിടക്കുന്നത് എന്താണ്? മൈനസ്. അപ്പോൾ എത്രയാണ് ആൻസർ? -5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തത് 25 - 65. അപ്പോൾ വലിയ സംഖ്യ ഏതാ? 65. 65ന്ന് 25 കുറയ്ക്കുക. 25. 5ന്ന് 5 പോയാൽ 0, 6ന്ന് 2 പോയാൽ എത്ര? 4. അപ്പോൾ എത്ര കിട്ടും? 40 കിട്ടി. ഇനി അതിൻ്റെ കൂടെ വലിയ സംഖ്യ ഏതാണ്? 65. 65ന്റെ കൂടെ കിടക്കുന്ന -40. ഇതാണ് അവിടുത്തെ ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ പോലത്തെ അല്ല, വ്യത്യാസം എന്നല്ല, ഇവിടെ നമുക്ക് എന്താണ്? ഫ്രാക്ഷൻ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഫ്രാക്ഷണൽ അല്ലേ? 1/2 - 3/4. ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ്? നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ, ഇവിടെ മൈനസോ പ്ലസോ എന്തോ ആയിക്കോട്ടെ, ആദ്യം എന്തെങ്കിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് 1 × 4 ചെയ്യണം. ആദ്യം മുകളിൽ 1 × 4, ഇതേ ഗുണം ഇത്, ഇതേ ഇൻറ്റു ഇത്. അത് കഴിഞ്ഞ് നടുക്ക് ഏത് സിമ്പിളാണോ തന്നിരിക്കുന്നത്, ഇപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ആയതുകൊണ്ട് മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അതുപോലെ ക്രോസ് ചെയ്യണം ഇങ്ങോട്ട്. അപ്പോൾ എത്രയാ? 3 × 2. അത് കഴിഞ്ഞിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ അടുത്തെന്താണ്? ഇതേ ഗുണം ഇത്. അപ്പോൾ 2 × 4. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന്. 1 × 4 മൈനസ് 3 × 2 ഡിവൈഡഡ് ബൈ 2 × 4. ഓക്കെ, 1 × 4 എത്രയാ? 4 മൈനസ് 3 × 2 എത്രയാണ്? 6 ഡിവൈഡ് ബൈ 4 × 2 എത്രയാണ്? 8. ഓക്കെ, അപ്പോൾ എന്താണ്? 4 - 6. അപ്പോൾ ഇവിടെ നോക്ക്, ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും വന്നു. അപ്പോൾ വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. 6ന്ന് 4 പോയാൽ എത്ര? 6ന്ന് 4 പോയാൽ ഓക്കെ 2. പിന്നെ വലുതിൻ്റെ ചിഹ്നം എന്താ? -2/8 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്തെഴുതാം അല്ലേ? അതറിയാമോ? സിംപ്ലിഫൈ ചെയ്താൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ അതെന്താ വെട്ടി ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ? അപ്പോൾ 2ന്റെ ടേബിൾ പറയുക. 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നതെന്ന് നോക്കുക. 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ്? മുകളിലും താഴെ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2ന്റെ ടേബിൾ വെച്ച് അതിനെ 2നെ ഒന്ന് വെട്ടി ചെയ്ത് സിംപ്ലിഫൈ ചെയ്തേക്കാം. അപ്പോൾ -2 എന്നുള്ളതിൽ ഈ 2ന്റെ ടേബിൾ പറയുക. 2ന്റെ ടേബിൾ പറയുമ്പോൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്? 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്? 1 2 ഒരു പ്രാവശ്യം. അപ്പോൾ ഈ മൈനസ് അതുപോലെ എഴുതാം, ഒരു പ്രാവശ്യം. 1 ഡിവൈഡ് ബൈ 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 8 കിട്ടുന്നത്? 1 2 2 2 2 4 3 2 6 4 2 8. അപ്പോൾ ആൻസർ എത്ര? ഇവിടെ 4. ഇങ്ങനെ വെട്ടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ -1/4. ഓക്കെ, അപ്പോൾ ഇത് ഫ്രാക്ഷൻ നമ്പർ വന്നാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. എന്നിട്ട് അതിന് അവസാനം വന്ന് -2/8. അത് ശരിയാണ്. അത് നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എന്താണ് 2ന്റെ ടേബിൾ വെച്ച് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? -1/4. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതേപോലത്തെ നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ്.
അല്ലേ? 1/3 മൈനസ് 1/2 അതുപോലത്തെ ഒരു വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യും? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യും? 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2, അടുത്തെന്താണ് ഈ മൈനസ്, അടുത്തെന്താണ് 1 ഇൻറ്റു 3. ഓക്കെ, അല്ലെങ്കിൽ 3 ഇൻറ്റു 1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എത്രയാണ്? 3 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? 1 ഇൻറ്റു 2 എത്ര? 2 മൈനസ് 1 ഇൻറ്റു 3 എത്ര? 3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2, 3 2 6. ഓക്കെ, ഇനി എന്താണ്? വീണ്ടും ഇവിടെ ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും വന്നു. അതായത് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്ലസ് എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യ ഒരു നെഗറ്റീവ് സംഖ്യയും വന്നാൽ എന്താണ്? വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. വലിയ സംഖ്യ ഏതാണ്? 3. അപ്പോൾ 3യിൽ നിന്ന് 2 പോയ എത്ര? 1. എന്നിട്ട് വലിയ സിമ്പിൾ ഏതാണ്? മൈനസ്. ഓക്കെ, -1/6. അതുപോലെ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ -1/6 എന്നാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി നോക്കൂ, പേജ് നമ്പർ 99 ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കണ്ടോ? കാൽക്കുലേറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് എന്താണ് 1 2 3 4 5 6 ക്വസ്റ്റ്യൻ അഗെയിൻ വീണ്ടും തന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ -4 + 9. ഓക്കെ, -4 + 9. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഏതാണ്? ഇവിടെ കണ്ടോ? നേരത്തെ പോലെ നോക്കുക, ഒരു മൈനസ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തന്നു. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ എന്താണ്? ഇവിടെ വലിയ സംഖ്യ ഏതാ? 9. അപ്പോൾ 9 - 4 അല്ലേ? 9 - 4. 9 - 4 എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 9 - 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ 9 4 പോയ എത്ര? 5. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം എന്താണ്? ഇവിടെ പ്ലസ് ആണ് അല്ലേ? പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 5. ഇതെല്ലാം പോസിറ്റീവ് നമ്പറിൽ കിട്ടും. ഓക്കെ, മനസ്സിലായോ? വലുതിൻ്റെ കൂടെ നേരത്തെയൊക്കെ നമ്മൾ പഠിച്ച പ്രോബ്ലത്തിൽ എന്തായിരുന്നു? നെഗറ്റീവ് സിമ്പിൾ ആയിരുന്നു അല്ലേ? ഇവിടെ ഇപ്പോൾ വലിയ സംഖ്യ എന്താണ്? പ്ലസ് സിമ്പിൾ ആണ്. അപ്പോൾ കിട്ടിയ ആൻസറിൻ്റെ കൂടെ പ്ലസ് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട, നെഗറ്റീവ് മൈനസ് സംഖ്യ വന്നാൽ മൈനസ് കമ്പൽസറി ആയിട്ടും ഇടണം. പക്ഷേ അത് പോസിറ്റീവ് വന്നാൽ പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. -9 + 4. ഓക്കെ, അപ്പോൾ എന്താണ്? ഇവിടെ നോക്കുക, പോസിറ്റീവ് നെഗറ്റീവ്. വലിയ സംഖ്യ ഏതാണ്? 9. 9 4 പോയാൽ 5. അടുത്ത് മൈനസ്. ഓക്കെ, വലിയ സംഖ്യയുടെ കൂടെ കൊടുക്കുന്നത് -5. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു നെഗറ്റീവ് സംഖ്യ, പോസിറ്റീവ് സംഖ്യ, വലിയ സംഖ്യ എത്ര? 15. 15ൽ നിന്ന് 8 കുറയ്ക്കുക. 15ൽ നിന്ന് 8 പോയാൽ എത്രയാ? എങ്ങനെ എഴുതി കുറയ്ക്കുക, അല്ലെങ്കിൽ മനക്കണക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതും ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഏതാണോ കുറയ്ക്കേണ്ടത് ആ സംഖ്യയുടെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് വലിയ സംഖ്യ കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 8 ചെറിയ സംഖ്യ അല്ലേ? ചെറിയ സംഖ്യ 8 കഴിഞ്ഞ് അടുത്തോട്ട് കൂട്ടണം. 8 കഴിഞ്ഞ് എത്രയാണ്? 9 10 11 12 13 14 15. എത്ര? 7. അപ്പോൾ 7 അവിടെ ആൻസർ. അപ്പോൾ 7. 15ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 7 കിട്ടും. ഇനി അതിൻ്റെ കൂടെ കിടക്കുന്നത് എന്താണ്? വലിയ സംഖ്യയുടെ കൂടെ കിടക്കുന്നത് -7. അപ്പോൾ ആൻസർ ഇവിടെ -7 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഈ നേരത്തെ പറഞ്ഞ ആ സെയിം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു സംഭവം, ഒരു പോസിറ്റീവും നെഗറ്റീവും തന്നു, അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വീണ്ടും നേരത്തെ തന്ന ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് തിരിച്ചെഴുതിയ പോലെ അല്ലേ? ഇപ്പോൾ എവിടെയാണ്? ഒരു നെഗറ്റീവും പോസിറ്റീവും വന്നു. വലിയ സംഖ്യ 15. 15ൽ നിന്ന് 8 പോയ എത്ര? നേരത്തെ കഴിഞ്ഞു. 8 പോയ 15ൽ നിന്ന് 8 പോയ 7. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 8 കഴിഞ്ഞ് കൂട്ടണം. 8 കഴിഞ്ഞ് അടുത്ത സംഖ്യ എത്ര? 9 10 11 12 13 14 15. അപ്പോൾ അടുത്ത സംഖ്യ തൊട്ട് ഈ 15 കിട്ടുന്നവരെ നോക്കുമ്പോൾ എത്ര കിട്ടും? 7. പിന്നെ വലിയ സംഖ്യ ഏതാണ്? പ്ലസ്. അപ്പോൾ നമുക്കിവിടെ പ്ലസ് ഇടണമെന്നുണ്ടോ? വേണ്ട. അപ്പോൾ 7 ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ സംഖ്യ എന്താണ്? -1/2 + 3/4. അപ്പോൾ -1/2 + 3/4. അപ്പോൾ ഇതെന്താണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂഷൻ അടിക്കും. അയ്യോ മൈനസ് വന്നല്ലോ. നിങ്ങളൊന്നും പേടിക്കേണ്ട. ഈ പ്ലസ് സംഖ്യ ഇതൊന്ന് മാറ്റി എഴുതിയാൽ +3/4 മൈനസ്. അപ്പോൾ ഈ സംഖ്യ അപ്പുറത്തോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഒന്ന് മാറ്റി എഴുതിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ +3/4, അതായത് 3/4 -1/2. ആ -1/2നെ ഇപ്പുറത്തോട്ടൊന്നാക്കി നേരെ തിരിച്ചെഴുതി. ആദ്യം ഇതെഴുതി, അടുത്ത് ഈ ടേം മൊത്തത്തിൽ എഴുതി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 3 × 2 എത്ര? 3 × 2 മൈനസ് 4 × എത്രയാണ്? 4 × 1 ഡിവൈഡഡ് ബൈ 4 × 2. ഓക്കെ, അപ്പോൾ 3 2 6
-4 ഡിവൈഡ് ബൈ 4 2 8. അപ്പോൾ എന്താണ് വലിയത് പ്ലസ് വലുതിന് ചേർത്ത് കുറച്ച് 6 4 പോയ എത്ര 6 4 പോയ 2 വലുതിൻ്റെ ചിഹ്നം എന്താ പ്ലസ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യേണ്ട 2 ഡിവൈഡ് ബൈ 8 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്തെഴുതിക്കൂടെ? സിംപ്ലിഫൈ ചെയ്തെഴുതാം. നോക്കുക, മുകളിലത്തെ സംഖ്യ ഈവൻ നമ്പറാണ്, താഴത്തെ സംഖ്യ ഈവൻ നമ്പറാണ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 2ന്റെ ടേബിൾ പറഞ്ഞാൽ ഇത് 2 കിട്ടുന്നില്ലേ? അപ്പോൾ 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്? ഒരു പ്രാവശ്യം പറയുമ്പോൾ. 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 8 കിട്ടുന്നത്? 4 പ്രാവശ്യം പറയുമ്പോൾ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ 1/4. 1/4 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? -3/4 + 1/2. നേരത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ഇതും നേരത്തെ പോലെ ചെയ്യാം. നമുക്ക് ഈ പ്ലസ് സംഖ്യ ഫസ്റ്റ് എഴുതിയിട്ട് ഈ മൈനസ് സംഖ്യ അപ്പുറത്തോട്ട് എഴുതാം. അപ്പോൾ എന്താ എഴുതാം? = 1/2. ഇതെടുത്ത് 1/2 പ്ലസ് ഇല്ലാതെ എഴുതുന്ന പറഞ്ഞാൽ കുഴപ്പമില്ല. 1/2 അതുപോലെ എഴുതി. അടുത്ത് ഈ -3/4നെ ഇപ്പുറത്ത് എഴുതാം. -3/4. ഇനി എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 × 4 4 മൈനസ് നടുക്കുള്ള ചിഹ്നം -2 × 3 2 × 3 എത്രയാണ്? 3 2 6. ഞാനൊരു സ്റ്റെപ്പ് വിട്ട് എഴുതി. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റെപ്പ് എഴുതുക. 1 × 4 -2 × 3 ഡിവൈഡഡ് ബൈ 2 × 4 അങ്ങനെ എഴുതാം. ഞാനിപ്പോൾ കുറച്ചങ്ങ് എന്താണ് അത് നമുക്കറിയാലോ. 1 × 4 4 -2 × 3 എത്രയാണ്? 6 എന്നറിയാം. ഡിവൈഡഡ് ബൈ 2 × 4 8 എന്നെഴുതി. ഇനി എന്താണ്? വലിയ സംഖ്യ 6. 6 ൽ 4 പോയാൽ 2. ഇനി വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാ? -2/8. ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക? മുകളിലും താഴെയും ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ 2ന്റെ ടേബിൾ വെച്ച് നമുക്ക് ഇത് രണ്ടും പറയാൻ പറ്റും. അപ്പോൾ 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്? ഒരു പ്രാവശ്യം. അടുത്ത 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോൾ 8 കിട്ടും? 4. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? -1/4. ക്ലിയർ? അപ്പോൾ പേജ് നമ്പർ 99-ലെ എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഈസി അല്ലേ? ഇതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മൾ പേജ് നമ്പർ 100 പോവുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 100. അവിടെ എന്താ ഇവിടെ കുറച്ച് ഡു ദ കമ്പ്യൂട്ടേഷൻസ് ബിലോ എന്ന് പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക, 2 മൈനസ് സംഖ്യകൾ അല്ലേ? മൈനസ് സംഖ്യകൾ. നേരത്തെയൊക്കെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നു. ഇനി ഇവിടെ 2 മൈനസ് സംഖ്യകളാണ്. അപ്പോൾ 2 മൈനസ് സംഖ്യകൾ വന്നാൽ എന്താണ് റൂള്? 2 മൈനസ് സംഖ്യകൾ തന്നാൽ എങ്ങനെ? 2 മൈനസ് സംഖ്യകൾ തന്നാൽ ആ സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതിയിട്ട് അതിന് കൂടെ മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ്? നേരത്തെ പോലെ റൂള്. 2 നെഗറ്റീവ് സംഖ്യകൾ തന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതിയിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, 2 മൈനസ് സംഖ്യകൾ വന്നാൽ അപ്പോൾ ഇതെങ്ങനെ ആൻസർ എഴുതും? 2 നെഗറ്റീവ് സംഖ്യകൾ തന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതാം. അപ്പോൾ സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുന്ന വെച്ചാൽ 3 1 എത്രയാണ്? 3 1 4. സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതിയിട്ട് നെഗറ്റീവ് സൈൻ അതായത് മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണ്? ആൻസറായി. ഓക്കെ, -4. ഇവിടുത്തെ ആൻസർ -4 എന്നാണ്. ഇനി അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. -9 + 4. അപ്പോൾ എന്താണ്? ഒരു നെഗറ്റീവ് സംഖ്യ ഒരു പോസിറ്റീവ് സംഖ്യയാണ്. ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും വന്നു. അപ്പോൾ എങ്ങനെ? മൈനസ് സംഖ്യയും പ്ലസ് സംഖ്യയും വന്ന് വലിയ സംഖ്യ 9 4 കുറയ്ക്കുക. 9 4 പോയാൽ എത്ര? 5. 5ന്റെ കൂടെ വലിയ സംഖ്യയുടെ എന്താണ്? ഏത് ചിഹ്നമാണ്? മൈനസ്. അപ്പോൾ ആൻസർ എത്ര? -5. ഓക്കെ, അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 2 മൈനസ് സംഖ്യകൾ വന്നാൽ നമ്മൾ പഠിച്ചു. 2 മൈനസ് സംഖ്യകൾ വന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണ്? 10 + 4. 10 + 4 എത്രയാണ്? 14. 14ഉം പിന്നെ ആ മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്താൽ ഇപ്പോൾ -14 ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 മൈനസ് സംഖ്യകൾ വന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് എത്രയാണ്? മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്താൽ. അപ്പോൾ 8ഉം 7ഉം 8ന്റെ കൂടെ 7 കൂട്ടി എത്രയാണ്? 1 8 2 16. 16ൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 15 പിന്നെ മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ -15. ആൻസർ എത്രയാണ്? -15. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എത്രയാണ്? -1 2 മൈനസ് സംഖ്യകൾ വന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഓക്കെ, 2 പിന്നെ എന്താണ്? ആ മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ -2. ആൻസർ -2. ഈസി ആയിട്ട് ഒറ്റ വാക്കിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? -10 + 20. ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യയും പ്ലസ് സംഖ്യ ഒരു
മൈനസ് സംഖ്യ ഒരു പ്ലസ് സംഖ്യയും വന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പോൾ 20 വലിയ സംഖ്യ 20 നിന്ന് 10 പോയാൽ 10. പിന്നെ വലുതിന്റെ ചിഹ്നം പ്ലസ് ഇവിടെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആൻസർ 10. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ 8 - 12. എന്താണ്? ഒരു പോസിറ്റീവ് സംഖ്യയും മൈനസ് സംഖ്യയും. അപ്പോൾ എന്താണ്? പ്ലസ് സംഖ്യ മൈനസ് സംഖ്യ എന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 12 നിന്ന് 8 പോയാ 8 കഴിഞ്ഞ് കൂട്ട്. 8 കഴിഞ്ഞ് 9, 10, 11, 12 എത്രയാണ്? 4. വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണ്? മൈനസ്, നെഗറ്റീവ്. അപ്പോൾ -4 ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ വരുവാണ് 1/2 - 7 1/2. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. നമ്മളവിടെ സ്റ്റക്കായി നിൽക്കും. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറഞ്ഞു തരാം. 1/2 - 7 1/2. ഇത് നമ്മൾ നേരത്തെ കണ്ടോ? നേരത്തെ ചെയ്ത പോലെ ഈ മൈനസിന് ഫസ്റ്റ് എഴുതാം, ഇതിനപ്പുറത്ത് കൊണ്ടോ. അപ്പം -7 1/2 + 1/2 എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് നെഗറ്റീവിനെ മൈനസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഈ മൈനസ് സംഖ്യയെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇടണം. മൈനസ് സംഖ്യ ഇതിന് പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടുന്ന് മൈനസിനെ നമ്മൾ പുറത്തോട്ട് മാറ്റും. പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് പോകുമ്പോൾ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇതിന് കിട്ടാൻ പോകുന്നത്. -7 1/2 ആണെങ്കിൽ മൈനസ് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? +7 1/2. ഈ പ്ലസ്സിൽ നിന്നാണ് നമ്മൾ മൈനസ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലസ് എന്ത് ചെയ്യും? നേരെ തിരിച്ച് മൈനസ് ആവും. അപ്പോൾ ഓപ്പോസിറ്റ് ആവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോമൺ ആയിട്ട് മൈനസിനെ പുറത്തെടുക്കുക. അപ്പോൾ മൈനസ് ആയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മൈനസ് പോകുമ്പോൾ എന്താവും? ഇവിടെ +7 1/2 എന്ന് കിട്ടും. അടുത്ത് ഇവിടെ എന്താവും? -1 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ പ്ലസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 7 1/2 - 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ നമുക്ക് 7 1/2നെ നമുക്ക് എന്താണ്? 6 + 1 1/2 എന്ന് എഴുതി കൂടെ അല്ലേ? 6 + 6 + 1.5 6ന്റെ കൂടെ 1.5 കൂട്ടുമ്പോഴാണല്ലോ 6 1 7 7.5 കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടാം. അപ്പോൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരുന്നത്? മൈനസ് ഈ 7 1/2നെ നമുക്ക് 6 + 1 1/2 എന്ന് എഴുതാം. 6ഉം 1 7 7.5. അപ്പോൾ ഈ 7 1/2നെ സ്പ്ലിറ്റ് ചെയ്ത് 6 + 1 1/2 എന്ന് എഴുതി. അത് കഴിഞ്ഞ് എന്താണ്? -1 1/2 ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്ക്, ഇവിടെ നോക്ക്, ഈ 1 1/2 - 1 1/2 1 1/2 നിന്ന് 1 1/2 പോയാൽ എന്താവും? അത്രയും ടേം എന്താവും? 0 ആയി മാറും. ഓക്കെ, അപ്പം എന്ത് കിട്ടും? അതങ്ങ് 0 ആയി പോകും. ബാക്കി എത്രയാ? -6 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ ആൻസർ -6 ആണ്. ഒന്നുമില്ല, ഒന്നുകൂടെ ഞാൻ പറയാം. 1 1/2 - 7 1/2 എന്ന് കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മൈനസ് ഒന്ന് തിരിച്ചെഴുതി. ഈ മൈനസിനെ ഫസ്റ്റ് കൊണ്ടുവന്ന് പോസിറ്റീവിനെ അപ്പുറത്തോട്ടാക്കി. -7 1/2 + 1 1/2 എന്നാക്കി. എന്നിട്ട് ഈ -7 ഇതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്തു? മൈനസിനെ പുറത്തെടുത്തു. മൈനസിനെ പുറത്തെടുക്കുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ബാക്കി എഴുതണം. ഇവിടുന്ന് -7 1/2 എന്ന് മൈനസ് പോയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്ലസ് ആവും. ഇവിടുന്ന് മൈനസ് പോകുമ്പോൾ ഇവിടെ എന്താവും? പ്ലസ്സിൽ നിന്ന് ഒരു മൈനസ് പോയി. അപ്പോൾ എന്താണ്? അവിടെ ബാക്കി മൈനസ് ആവും. അപ്പോൾ -1 1/2 എന്നാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 7 1/2 അപ്പോൾ ഇനി 7 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 7.5 എന്ന് വെച്ചാൽ 6ന്റെ കൂടെ 1.5 കൂട്ടുമ്പോഴാണല്ലോ 7.5 കിട്ടുന്നത്. അപ്പോൾ 6 + 1 1/2 എന്ന് അതിനെ എങ്ങനെ എഴുതാം? അതിനെ മാറ്റി എഴുതാം. അപ്പോൾ 6 + 1 1/2 അതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഈ 1/2 ആക്കി കിട്ടുന്ന ഈ 1/2 ന്ന് 1 1/2നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 + ഈ 1 1/2 - 1 1/2 എന്ന് പറഞ്ഞാൽ ഈ ടേം അങ്ങ് എന്താവും? 0 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? -6. ഇതാണ് അവിടുത്തെ ആൻസർ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ -25 - 3 1/2. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതെങ്ങനെ ചെയ്യാം? രണ്ടിടത്തുനിന്നും മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കണം. മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എങ്ങനെയാ? ഈ 25 എന്താവും? +25 ആവും. മൈനസ് പോയി കഴിഞ്ഞാൽ +25. അടുത്ത് +3 1/2 എന്നാവും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? -25 + 3 എത്രയാണ്? 28. 28 1/2 -28 1/2 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ -1/2 - 1/4. അപ്പം നമുക്ക് എന്താണ്? മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 1/2 + 1/4 എന്ന് എഴുതും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം മൈനസ് എന്താ? 1 × 4 എന്താ? 4 + 1 × 2 2 ഡിവൈഡ് ബൈ 2 × 4 8 which is equal to -4 + 2 6 divided by 8 which is equal to എന്താണ്?
നമുക്ക് നോക്കുമ്പോൾ 2 ഈവൻ നമ്പേഴ്സ് ആണ്. എന്താണ്, എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 2ന്റെ ടേബിൾ പറഞ്ഞു നോക്കാം. 2ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 6 കിട്ടുന്നത്? 1 2 2 2 4 3 2 6 3 പ്രാവശ്യം. ഇവിടെ 3 2 6 4 2 8 4 പ്രാവശ്യം. അപ്പം -3/4 ആണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ -2 1/2 -1 1/2. അപ്പോഴും ഇവിടെ എന്താണ്, നമ്മൾ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് പോകുമ്പോൾ ഇതെന്താവും? പ്ലസ് സംഖ്യയാവും. 2 1/2. അടുത്തെന്താണ്, ഇവിടുന്ന് മൈനസ് പോകുമ്പോൾ അത് പ്ലസ് ആവും. പ്ലസ് 1 1/2. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? ഈ അടുത്ത് മൈനസ് അതുപോലെ എഴുതി 2 + 1 2 + 1 പ്ലസ് ഈ 1/2 പ്ലസ് 1/2 എന്താവും? അപ്പോൾ -2 + 1 എന്താവും? 3. പിന്നെ ഈ ഹാഫും ഹാഫും നമുക്കറിയാം, അരയും അരയും ഹാഫും ഹാഫും കൂടെ ചേർത്ത് കൂട്ടുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ എത്രയാ? 2 + 1 3 ആവും. ഈ ഹാഫും ഹാഫും കൂടെ കിട്ടുമ്പോൾ കിട്ടുന്ന 1ഉം കൂടെ ചേരുമ്പോൾ -4 എന്ന് ആൻസർ കിട്ടും. ഇതെന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. -3 1/2 + 3 1/2. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ നേരത്തെ രീതിയിൽ ചെയ്ത പോലെ മൈനസ് ഒക്കെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്താ, നമ്മൾ ആദ്യം പറഞ്ഞ ലോജിക്കില്ലേ, ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും നിന്ന് ആ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ എന്ന് പറയാനില്ല, 3 1/2. അപ്പോൾ 3 1/2 എന്ന് എന്താണ്, അല്ലെങ്കിൽ ഇതിന് തന്നെ എന്താണ്, +3 1/2 -3 1/2. 3.5 നിന്ന് 3.5 പോയി കഴിഞ്ഞാൽ എന്താണ്? 0 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പോസിറ്റീവ് 3 1/2. അത് കഴിഞ്ഞ് ഇതിനങ്ങോട്ട് തിരിച്ചു വരും -3 1/2 എന്ന് പറയാം. 3.5 നിന്ന് 3.5 പോയാൽ അതെന്താണ് ആൻസർ? 0. ഓക്കെ, ക്ലിയർ. ഇനി അതല്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൈനസ് ഒക്കെ പുറത്തെടുക്കുവാണെങ്കിൽ എന്താണ്, ഇത് 3 1/2 ആവും അല്ലേ? അത് കഴിഞ്ഞ് ഇതെന്താവും? -3 1/2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താവും? -3.5 നിന്ന് 3.5 പോയാൽ എത്ര? 0. -0 എന്നില്ല, 0ക്ക് -0 എന്നോ +0 എന്നില്ല, എന്താണ്? 0 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? 0 ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ക്ലാസ്സുമായി വരുന്നവരെ ദിസ് ഈസ് മീ ദീപ സൈനിങ് ഓഫ്.